നമസ്കാരം. ടൈം മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന നമ്മിൽ പലരും അഭിമുഖീകരിക്കുന്ന ഒരു വലിയ ഇഷ്യൂ ആണ് റേഞ്ചിൻ്റെ കുറവ്. ചിലരുടെ വീട്ടിൽ റേഞ്ച് ഉണ്ടെങ്കിൽ ജോലിസ്ഥലത്ത് ഒട്ടും അതുണ്ടാവില്ല. പുതുതായി സ്ഥലം മാറി ചെല്ലുന്നിടത്ത് പഴയ സിമ്മിന് റേഞ്ച് ഉണ്ടാവുകയുമില്ല. അപ്പോൾ ആകെ കൺഫ്യൂഷനായി. മൊബൈൽ ഷോപ്പിൽ പോയി ചോദിക്കുന്നു, നാട്ടുകാരോടും അയൽവാസികളോടും ഒക്കെ ഇവിടെ ഏത് കമ്പനിയുടെ സർവീസിനാണ് റേഞ്ച് നല്ലതായിട്ടുള്ളതെന്ന്. എന്നാൽ അപ്പോൾ കിട്ടുന്ന ഉത്തരമൊന്നും ശരിയാവണമെന്നില്ല. റേഞ്ചിൻ്റെ കാര്യം തഥൈവ. ഇനി സിം എടുക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ പ്രദേശത്ത് ആ കമ്പനിക്ക് റേഞ്ച് ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് തന്നെ പരിശോധിക്കാം. അതിനായി കവറേജ് മാപ്പ് പുറത്തുവിട്ട് ടെലികോം സേവന ദാതാക്കൾ. പുതിയ സിം എടുക്കുമ്പോൾ കൃത്യമായി റേഞ്ച് ലഭിക്കാത്തതുകൊണ്ട് പലപ്പോഴും നമുക്ക് പണി കിട്ടാറില്ലേ? എന്നാൽ ഇനി ആശങ്ക വേണ്ട. എടുക്കാൻ പോകുന്ന സിം നമ്മുടെ വീട്ടിനടുത്തും ജോലി സ്ഥലങ്ങളിലും നമ്മൾ പോകുന്ന ഇടത്തുമൊക്കെ മികച്ച നെറ്റ്വർക്ക് ലഭ്യത ഉള്ളവയാണോ എന്ന് നമുക്ക് നേരത്തെ തന്നെ അറിയാം. ഇന്ത്യയിലെ ടെലികോം സേവന ദാതാക്കൾ കവറേജ് മാപ്പ് പുറത്തുവിട്ടത് ട്രായ് മാർഗനിർദ്ദേശ പ്രകാരമാണ്. ഏപ്രിൽ 1 അന്തിമ തീയതി അവസാനിച്ചതോടെ മൊബൈൽ കമ്പനികൾ റേഞ്ച് പരിധികൾ നേരത്തെ മനസ്സിലാക്കാനുള്ള ലിങ്കുകൾ നമുക്ക് വേണ്ടി പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. 2024 ഒക്ടോബർ 1 മുതൽ നിലവിൽ വന്ന ഈ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് രാജ്യത്തെ ടെലികോം സേവന ദാതാക്കളെല്ലാം അവർ സേവനം നൽകുന്ന മേഖലകളിലെ 2G, 3G, 4G, 5G നെറ്റ്വർക്ക് ലഭ്യത വ്യക്തമാക്കുന്ന മാപ്പ് പുറത്തുവിടണമെന്ന് ട്രായ് പറഞ്ഞിരുന്നു. ഇപ്പോൾ അവരത് പുറത്തുവിട്ടിരിക്കുകയാണ്. ഇത് നടപ്പിലാക്കാൻ 2025 ഏപ്രിൽ 1 വരെയാണ് സമയം നൽകിയിരുന്നത്. ഭാരതി എയർടെൽ, റിലയൻസ് ജിയോ, വോഡാഫോൺ ഐഡിയ തുടങ്ങിയ ടെലികോം കമ്പനികൾ നെറ്റ്വർക്ക് കവറേജ് മാപ്പ് പുറത്തുവിട്ട് കഴിഞ്ഞു. ഓരോ കമ്പനികളുടെയും ഔദ്യോഗിക വെബ്സൈറ്റ് വഴി മാപ്പ് പരിശോധിക്കാൻ സാധിക്കും. കൂടാതെ BSNLന്റെ മാപ്പ് പരിശോധിക്കാനുള്ള URL ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ നൽകിയിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് BSNLനെ പരിശോധിക്കാം. മറ്റു കമ്പനികളുടെ സൈറ്റിൽ കയറി അവരുടെ URL വഴിയും അവരുടെ റേഞ്ചിനെ സംബന്ധിച്ചിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് പരിഹരിക്കാവുന്നതാണ്. അപ്പോൾ ഇനി പുതിയ സിം എടുക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന സർവീസ് പ്രൊവൈഡർക്ക് നിങ്ങളുടെ ഏരിയയിൽ റേഞ്ച് ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് തന്നെ നോക്കി കണക്ഷൻ എടുക്കണമെന്നോ എടുക്കണ്ടെന്നോ തീരുമാനമെടുക്കാൻ കഴിയും. ഈ ഒരു പുതിയ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.